ഇന്ന് ഓശാന ഞായറാണ്. എല്ലാ ദേവാലയങ്ങളിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും ഒക്കെ പ്രാർത്ഥനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കുരുത്തോല പ്രദക്ഷിണമൊക്കെ പൂർത്തിയായി. യേശുദേവന്റെ ജെറുസലേമിലെ രാജകീയ പ്രവേശനത്തിന്റെ സ്മരണകൾ പുതുക്കിയാണ് വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നത്. ശുശ്രൂഷകളൊക്കെ പൂർത്തിയാകുന്നതോടെ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെയും സ്മരണയിൽ വിശുദ്ധ വാരത്തിലേക്കും പ്രവേശിക്കും. കേരളത്തിൽ നിലനിൽക്കുന്ന ഒരുമയും സാഹോദര്യവും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ജാതി മതഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അധികാരത്തിലിരിക്കുന്നവരെ കാര്യങ്ങൾ അറിയിക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ്. ആരും വിമർശനത്തിന് അതീതരല്ലെന്നും ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം. നമ്മൾ അധികം ഈ പുകഴ്ത്തി ആളുകളെ ശരിയാക്കരുത്. ചിലപ്പോഴൊക്കെ ഈ ഭരണത്തിലിരിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ ഒത്തിരി പുകഴ്ത്തും. നന്മ ചെയ്താലും അല്ല പുകഴ്ത്തും. അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യാതെ വരും. അപ്പോൾ ആവശ്യത്തിന് പുകഴ്ത്തണം, ആവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുകയും വേണം. വിമർശനം അനിവാര്യമാണ്. വിമർശനത്തിലൂടെയാണ് വളരാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും കോട്ടയത്ത് നിന്ന് ഗോകുലും ചേർന്നുണ്ട്. ആദ്യം സഹിനിലേക്ക് തന്നെ പോകാം. സഹിൻ, പള്ളിയിലെ കുരുത്തോല പ്രദക്ഷിണമൊക്കെ പൂർത്തിയായെന്ന് മനസ്സിലാകുന്നു. ഇപ്പോഴും പള്ളിയിൽ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഏതുവരെ എത്തി ചടങ്ങുകളൊക്കെ? എന്താണ് നിലവിലെ സാഹചര്യം? സേതു, അതായത് ഇന്ന് ചടങ്ങുകളൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഞായറാഴ്ചയാണ്. നമ്മൾക്കറിയാം, ഓശാന ഞായർ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വലിയ അവരുടെ വിശ്വാസത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞായർ ദിവസം കൂടിയാണ് ഇന്ന്. പ്രത്യേകിച്ചും ഈ ദുഃഖാഴ്ചയിലേക്കൊക്കെ കിടക്കുമ്പോൾ സഹവേഴവും ദുഃഖവെള്ളിയും എല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർണായകമായ ദിവസങ്ങളാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് ഓശാന ഞായർ നടത്തുമ്പോൾ നമ്മളിപ്പോഴുള്ളത് വല്ലാർപാടം ബസിലിക്കയിലാണ്. വല്ലാർപാടം ബസിലിക്കയിൽ ഈ ഓശാന ഞായർ ആരംഭിച്ചത്, അല്ലെങ്കിൽ കുരുത്തോല പ്രദക്ഷിണം ആരംഭിച്ചത് തൊട്ടടുത്തുള്ള മീനാക്ഷി അമ്മയുടെ തറവാട്ട് വീട്ടിൽ നിന്നാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഇവിടുത്തെ കൈക്കാരനോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ മീനാക്ഷി അമ്മയുടെ തറവാട്ട് വീട്ടിൽ നിന്നും ഈ പ്രദക്ഷിണം ആരംഭിക്കുന്നത്? 1752 മീനാക്ഷി അമ്മയെയും കുഞ്ഞിനെയും വലിയൊരു വഞ്ചിയാപകടത്തിൽ നിന്ന് മാതാവ് രക്ഷിച്ചു. അന്നു മുതൽ പള്ളിയിൽ വീട്ട് തറവാടും കൊല്ലാർപാടം പള്ളിയും തമ്മിൽ വളരെ നല്ല ബന്ധമാണുള്ളത്. ആ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, ആ നല്ല ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അന്നു മുതൽ ഇപ്പോഴും കൊല്ലാർപാടം പള്ളിയിലെ ഓശാന ഞായറാഴ്ച മീനാക്ഷി അമ്മയുടെ വീട്ടിൽ നിന്നും ആരംഭിക്കുന്നത്. അതുതന്നെയാണ് സേതു. എന്തായാലും ഈ ഓശാന ഞായർ എന്നൊക്കെ പറയുമ്പോഴും ഈ മതസൗഹാർദ്ദങ്ങളും ഒപ്പം തന്നെ മതങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യവും എല്ലാം കൂട്ടി നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്തരം ഓശാന ഞായറും ഈ കുരുത്തോല പെരുന്നാളും എല്ലാം ഈ വിശ്വാസികൾ ആചരിച്ചു പോരുന്നത്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് സേതു. സഹിനാന്റണിയുടെ ഓശാന ഞായർ എങ്ങനെയാണ്? സാധാരണ ഞാൻ ഓശാന ഞായർ എന്ന് പറയാൻ നേരത്തെ എൻ്റെ വീടിനടുത്തുള്ള സെൻറ്റ് മേരീസ് പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതിന് സാധിച്ചില്ല. പകരം ഇന്ന് വല്ലാർപാടം ബസിലിക്കയിലാണ് എത്തിയത്. പുലർച്ചെ 5:30 എഴുന്നേറ്റു. 6:30കൂടിയാണ് കുരുത്തോല പ്രദക്ഷിണം ആരംഭിച്ചത്. അത് 7 മണിയായപ്പോൾ പള്ളിയിലെത്തി. പിന്നീട് കുർബാനയായിരുന്നു. കുർബാനയ്ക്കിടയിൽ ലൈവ് ഉണ്ടായിരുന്നെങ്കിലും കുർബാന കൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഫുഡൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ ഈസ്റ്ററിനും അതേപോലെ തന്നെ ഉണ്ടാകുന്ന പോലത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാവോ? വേണ്ടോ? കൊഴുക്കട്ട എന്ന് പറയും. കൊഴുക്കട്ട ശനി എന്നാണ് ഞങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. പണ്ടൊക്കെ അങ്ങനെ ഇരുന്ന് സേതു. ഈ കൊഴുക്കട്ട ശനി എന്ന് പറയുമ്പോൾ കുറേ കൊഴുക്കട്ട കഴിക്കുക. പിന്നെ ഈ നമ്മളെ ക്രിസ്മസ് ഒക്കെ വരാൻ നേരത്ത് അവലോസുണ്ട എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. സാധാരണ എൻ്റെ വീട്ടിൽ അവലോസ് ഉണ്ടാക്കിയെടുത്ത് എറിയാൻ പറ്റുമായിരുന്നു. നമ്മൾ ശത്രുവിനെ എറിഞ്ഞ് തലയൊക്കെ പൊട്ടിക്കാൻ അവലോസുണ്ട മതിയായിരുന്നു. അത്ര കട്ടിയിലായിരുന്നു അവലോസുണ്ട ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ബോംബെന്നൊക്കെ ആയിരുന്നു അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇനി ഈ പെസഹ വ്യാഴം വന്നിടത്ത് അപ്പമുണ്ട്. അതൊക്കെ സ്പെഷ്യലാണ്. സേതുവൊക്കെ കഴിക്കാറില്ലേ? പെസഹാപ്പം പുളിപ്പും മധുരമൊന്നും ഇല്ലാത്തപ്പോണ്. ഭയങ്കര നല്ല രുചിയാണ് പെസഹാപ്പം. ശരി സഹീൻ, അപ്പം അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നേരെ വീട്ടിലേക്ക് വിട്ടോളൂ. നമ്മളതൊന്നും നോക്കാറില്ലായിരുന്നു. ഓക്കെ സഹീൻ, ഇനി സഹീനിലേക്ക് മടങ്ങി എത്താം. വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആയിക്കോളൂ. ബൈ. നമുക്കൊപ്പം ഗോകുൽ കൂടെ ഉണ്ട് ഈ വിശേഷങ്ങളുമായി. നമുക്കൊപ്പം ഗോകുൽ, പള്ളിയിലെ ചടങ്ങൊക്കെ പൂർത്തിയായെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഗോകുൽ എവിടെയാണ്? പള്ളിയിൽ തന്നെ തുടരുകയാണോ? പറയാം.
സേതു, തീർച്ചയായിട്ടും നിലവിൽ നമ്മളിപ്പോഴും വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലാണ്. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് ഇവിടെ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. നിലവിൽ 7:30 മണിയോടുകൂടി തന്നെ ഓശാന പ്രദക്ഷിണമൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. പള്ളിക്കുള്ളിൽ ഇപ്പോഴും കുർബാന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ബാവയുടെ സന്ദേശം വിശ്വാസികൾക്ക് ലഭിക്കുന്നുണ്ടാവുക. വിശുദ്ധ വാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശം അദ്ദേഹം 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ സന്ദേശത്തിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുർബാന ചടങ്ങുകൾ ആ സമയം വരെ നീളും. അതിനുശേഷമായിരിക്കും വിശ്വാസികൾ വീട്ടിലേക്ക് മടങ്ങി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളിലേക്കൊക്കെ തന്നെ നോമ്പടക്കമുള്ള കാര്യങ്ങൾ ഇനി അവർക്ക് ഈ ഒരു ആഴ്ച മുഴുവൻ ചെയ്യുന്നതുണ്ട്. അത്തരത്തിൽ പ്രാർത്ഥനാപൂർവ്വമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് വിശ്വാസികളും കടക്കുകയാണ് ഇന്ന് മുതൽ. എന്തായാലും മുഴുവൻ വിശ്വാസികളും, ഈ ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും പള്ളിയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെ ഭാഗമാകുന്നുണ്ട്. കാതോലിക്ക ബാവയുടെ മാതൃ ഇടവക കൂടിയിട്ടാണ് ഈ വാഴൂർ സെന്റ് പീറ്റേഴ്സ് ചർച്ച് എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹം അവിടെ തന്നെയാണ് ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. ഒപ്പം ഓർത്തഡോക്സ് സഭയുടെ മറ്റു പള്ളികളിലുമൊക്കെ തന്നെ അവരുടെ പൗരോഹിത്യ പ്രമുഖരുടെ നേതൃത്വത്തിൽ ചടങ്ങുകളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗോകുലെ പോവലെ, ഒരൊറ്റ കാര്യം കൂടി, മറ്റൊരു വാർത്ത കൂടി ഉണ്ട്. അതിന്റെ വിശദാംശങ്ങളും കൂടി ഗോകുലിന് തന്നെ വേണം. ഇപ്പോൾ നമ്മളീ കാണുന്നത് ഈ ഓശാന ഞായർ, അതിന്റെ ചടങ്ങുകളൊക്കെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു സഹൻ ആന്റണിയും ഗോകുലും.